ഇതാണ് നമ്മുടെ ഷെഫ്. ഇദ്ദേഹമാണ് നമുക്ക് ഇത്ര നല്ല ഫുഡ് റെഡിയാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിലുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻസിനും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രിസ്റ്റോളിലുള്ള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റായ ഗ്രാൻഡ് കേരളയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചട്ടിച്ചോറ് നമ്മൾ ഓൺലൈനിൽ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അന്ന് നമ്മൾ ആ വീഡിയോക്കായിട്ട് പറഞ്ഞാണ് നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചട്ടിച്ചോറാണ് നമ്മളെ ഇവിടെ എത്തിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പോസ്റ്റ് ആക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ബട്ടൺ അമർത്തിയിട്ടാക്കി നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. ഇപ്പൊ നേരെ നമുക്ക് കടയുടെ ഉള്ളിലോട്ട് പോയി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാം. അപ്പൊ ഇടുക്കിക്കാരനാണ്. ഇവിടെ ഒത്തിരി ആളായോ? ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? നമുക്കിവിടെ സ്പെഷ്യൽസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ മെനു. പഴംപൊരി ഉണ്ട്, ക്രാബ് ഫ്രൈ ഉണ്ട്, കക്ക റോസ്റ്റ്, കക്ക ഫ്രൈ, ഫ്രോഗ്ലെറ്റ് ഫ്രൈ, ഗ്രാൻഡ് ബീഫ് കട്ട്ലേറ്റ്, ചിക്കൻ തിരമല, ബീഫ് തിരമല, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ? ഒരുപാട്. നമ്മളിവിടെ വന്നതല്ലാതെ കഴിച്ച ചട്ടിച്ചോറാണ് അവിടുത്തെ ഇവിടുത്തെ രുചിയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ചട്ടിച്ചോറൊക്കെയാണ് നമ്മുടെ നാട്ടിലാണ്. അപ്പം ഞങ്ങൾക്കിപ്പോ സ്പെഷ്യലായിട്ട് കഴിക്കാനായിട്ട് ഇന്ന് ഈ പറഞ്ഞ എല്ലാ ഡെയിലി ഉള്ളതാണോ? അതോ ഇല്ല, ഡെയിലി അവൈലബിൾ അല്ല. നമുക്കൊരു ടൈമിലാണ് ഇത് അവൈലബിൾ ആയി തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് അവൈലബിൾ ആയി തുടങ്ങുന്നത്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. അത്യാവശ്യം ഉള്ളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ലൈറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ലൈറ്റ് എന്ന് വെച്ചാൽ വേറെ ഡിസൈൻ മോഡലുള്ള ഒരുപാട് ലൈറ്റുകളുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ട്. നമ്മളെ അതെ പുറകിൽ ഒരാളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ വീഡിയോക്കകത്ത് അങ്ങനെ കണ്ട് നിങ്ങൾക്ക് പരിചയം കാണത്തില്ല. അപ്പോൾ എന്തോ ബ്രോ പേര്? എൻ്റെ പേര് അഖിൽ. അഖിൽ. നാട് ആലപ്പുഴയാണ്. ആലപ്പുഴ, കായംകുളം. നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. ഇത് അദ്ദേഹത്തിന്റെ വൈഫ്. അതെ, ഞങ്ങൾ അടുത്തടുത്താണ്. അടുത്തടുത്ത് വീട്. അത് ഹസ്ബൻഡ് വൈഫാണ് കേട്ടോ. എന്തോ കാര്യമായിട്ട് ഇരുന്ന് നോക്കുന്ന ഒരുപാട് നമ്മൾ ഓർഡർ നോക്കുവാണ്, എന്തൊക്കെ ഓർഡർ ചെയ്യണം. ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നുള്ളു. പേജ് ഒരുപാടുണ്ട്. ഏത് ഓർഡർ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത്? നമ്മൾ ചട്ടിച്ചോറും പൊതിച്ചോറും. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു 3-4 ടൈപ്പാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നതിന് ശേഷം നമുക്ക് നോക്കാം, എന്നിട്ട് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മിസ്സായി പോയൊരു സംഭവമാണ് ചട്ടിക്കകത്ത് ചോറ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ എന്താ ഒരു ഫീല്. ചട്ടി നമ്മൾ ആ ഒരു സെയിം സംഭവം തന്നെ ചട്ടിക്കകത്ത് നമുക്ക് കിട്ടി. എന്തൊക്കെയുണ്ട് ഇതിന്റെ അത്? മുട്ടയുണ്ട്, പപ്പടം, ചമ്മന്തി, പയറുതോരൻ, അവിയല്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, മീൻകറി, പുളിശ്ശേരി. വെള്ളം ഒഴുകുന്നു വായിന്ന്. എല്ലാം ഉണ്ട്. ഇങ്ങനെ അടുത്തതായി വന്നത് പൊരിച്ചതാണ്. ഓപ്പൺ ചെയ്. വാഴയിലടക്ക മണം അടിച്ചിട്ടേ അല്ലേ? പേപ്പർ ഒന്ന് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും തുറക്കുമ്പോ തന്നെ വളരെ നല്ല പറഞ്ഞല്ലേ ഈ പപ്പടം. എന്തൊക്കെയുണ്ട് പറയുന്നത്? മീൻകറി, ബീഫ്, മുട്ട, ചിക്കൻ കറി, അവിയല്, പപ്പടം, മോര്, സാമ്പാർ, പായസം. എല്ലാത്തിനും പായസം ഉണ്ടല്ലേ? എല്ലാത്തിനും എല്ലാ ഐറ്റം ഉണ്ടാവും.
ആവി പറക്കുന്ന കറക്റ്റ് ആയിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പാൽക്കപ്പ എല്ലാം ഫുള്ള് സ്പെഷ്യലാണ്. ലാസ്റ്റ് എന്റെ ഫിഷ് മോളി വന്നിട്ടുണ്ട്. മോളി അവിടെ പോയല്ലോ. ആകാംക്ഷ കാത്തിരുന്ന നമ്മുടെ സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ട്. അയ്യോ കാര്യമായിട്ട് അങ്ങനെ നമ്മള് കാത്തിരുന്ന ഇനി ക്ഷമയില്ല കേട്ടാ. ഇത്രയും ഫുഡ് നമ്മൾ കണ്ടപ്പോഴത്തേക്കാണ് നമ്മുടെ കൺട്രോൾ വിട്ടുപോയി. ഒരാളെ അവിടെ ചോറിനകത്ത് കൈയൊക്കെ വെച്ച് പണി തുടങ്ങി. ഇനി നോക്കിക്കാൻ സമയം എങ്ങനെയുണ്ട്? ആദ്യമേ ടേസ്റ്റ് ചെയ്യപ്പം തന്നെ കപ്പ ഞാൻ ആർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യം വേറൊന്നല്ല, അതുപോലെ ടേസ്റ്റുള്ള സാധനമാണ്, ഫുഡാണ്. നമുക്കും ഞാൻ നോക്കട്ടെ. എൻ്റെ ഫിഷ് മോളിയും പൊറോട്ടയും ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫിഷ് മോളി. പിന്നെ കൂടാതെ നമുക്ക് രണ്ട് ജ്യൂസ് തന്നില്ലേ? എല്ലാം ഒന്നും വെച്ചോ. രക്ഷയില്ല. വെള്ളം നിറഞ്ഞ് മനസ്സും നിറഞ്ഞല്ലേ? രക്ഷയില്ല. ഫുള്ള് ഗ്രേവി ഉണ്ട്. അത് നമ്മളെന്തെങ്കിലും പാക്ക് ചെയ്ത് തരും. കാര്യം അത്ര ടേസ്റ്റ് ഉണ്ട്. കളയാൻ മനസ്സിലായിരിക്കും. അടുത്ത അനുവദിക്കുന്നില്ല. എല്ലാം ക്ലീൻ ആണ്. നല്ലതായിട്ട് എന്റെ നമുക്ക് ഞാൻ വിജയകരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അവിടെ ചട്ടിക്കാസൊന്നുമില്ല. അയ്യോ ഇവിടെ ജ്യൂസ് സ്ഥലമില്ല. അപ്പൊ എല്ലാം കൊണ്ട് രക്ഷയില്ല ഫുഡ്. അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റ് ചെയ്ത് ഇവിടെ വന്നതിന്റെ ഒരു ഗുണം ഉണ്ടായില്ലേ? കുറെ നാളിന് ശേഷം അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇത്രയും നല്ല ഫുഡ് നമുക്ക് ഇവിടെ ഉണ്ടാക്കി തന്ന ഷെഫ് ഉണ്ടല്ലോ, നമുക്ക് ഷെഫിനോട് ഒരു താങ്ക്സ് പറയാം. അതായത് ആവശ്യമായിട്ടുള്ള സംഭവം. അതായത് നമുക്ക് മനസ്സും വയറും നിറഞ്ഞ് കഴിച്ചപ്പോഴത്തേക്ക് അത് ഉണ്ടാക്കി തന്ന ആളെ നമ്മള് ഒന്ന് കണ്ട് സംസാരിക്കുക, അവരോടൊരു ഒരു നന്ദി പറയാം. എന്താ പറയാ, അപ്പൊ ആളെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മളെ കിച്ചണിൽ വർക്കാണെന്ന് തോന്നുന്നു, ഡ്യൂട്ടിയാണ്, തിരക്കായിരിക്കും. ഇതാണ് നമ്മുടെ ഷെഫ്. ഇതാണ് പറഞ്ഞാൽ നമുക്ക് ഇത്ര നല്ല ഫുഡ് റെഡി ആക്കുന്നത്. നമ്മളിപ്പോ മേടിച്ചെന്ന ബെഡ് ഐറ്റംസ് എല്ലാം അടിപൊളിയായിരുന്നു. രണ്ടാമത് കാലം എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെ ഇപ്പം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആള് വരുന്നു. 4 മണി കഴിഞ്ഞ എന്തെല്ലാം ഇപ്പൊ നമുക്ക് മെനുകളെല്ലാം ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പെഷ്യൽസ് ആണ്. സ്പെഷ്യൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ ക്രാബ് റോസ്റ്റ്, പിന്നെ തിരമാലകൾ. അപ്പൊ നമുക്കിവിടെ UK എവിടെ പോയാലും നമുക്ക് ഹോട്ടല് റെസ്റ്റോറന്റ് ഷെഫീൽഡ് ഉണ്ട്, പിന്നെ ലൂട്ടൺ ബ്രാൻഡ് ഉണ്ട്, പാലക്കാട്. പിന്നെ അപ്പൊ ഈ പറഞ്ഞ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഈ ഒരു റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഉറപ്പ് പറയാണ്, അവിടെ പോയി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫുഡ് കഴിക്കാം. മനസ്സും നിറയും, വയറും നിറയും. അപ്പൊ എന്തായാലും ഒന്നുകൂടെ ഇത്ര നല്ല ആഹാരം നമുക്ക്. ഇവിടുത്തെ വേറൊരു സംഭവം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ കാര്യം, എന്റെ മുകളിലാണെങ്കിൽ പാർട്ടി ഹാൾ ഉണ്ട്. പാർട്ടി ഹാൾ ഒരു 45 പേർക്ക് നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാള് ഫ്രീ ആണ്. ആ ഹാളിന് അവർ പ്രത്യേകം പേ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മേടിക്കുന്ന ഫുഡിനും പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഹാള് ഫ്രീ ആണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു 1 വീക്കിനെങ്കിലും മുന്നേ ഇവിടെ റിപ്പോർട്ട് ചെയ്യാമെങ്കിൽ അവർ അവൈലബിൾ ആണെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വയറ് നിറച്ച് ഫുഡും കഴിച്ച് മനസ്സ് സന്തോഷമായി അല്ലേ? ഇവിടെ വന്ന് ഫുഡ് കഴിച്ചത് കാരണം നഷ്ടമൊന്നും തോന്നിയില്ലല്ലോ. നല്ല അടിപൊളിയാണ്. അപ്പൊ ഇത് അടിപൊളി എന്ന വാക്ക് തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വെറും വാക്കല്ല, അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് ഇവർ തന്നത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ പറയാനുള്ളത്, അല്ലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ?
ഇല്ല കാര്യം ഇനി ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. ഇനി മെയിൻ ആയിട്ട് വേണ്ട ഉറക്കമാണ്. അപ്പൊ എന്തായാലും ഇത്രയും നാളെ നമ്മളെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ.